ശ്രീനിവാസൻ യാത്രയായി. നമ്മുടെ ഒരു തലമുറ മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കൂടെ നടന്ന ഒരു സുഹൃത്താണ് നഷ്ടമായത്. യഥാർത്ഥത്തിൽ ആരായിരുന്നു ശ്രീനിവാസൻ? ശ്രീനിവാസൻ മലയാളിയുടെ മനസ്സിന് നേരെ തിരിച്ചു പിടിച്ച ഒരു തെളിഞ്ഞ കണ്ണാടിയായിരുന്നു. മലയാളിയുടെ മനസ്സിലെ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും കള്ളത്തരങ്ങളും എല്ലാം ആ കണ്ണാടിയിൽ മാറി മാറി തെളിഞ്ഞു വന്നു. സ്വന്തമായ ഒരു പാതയായിരുന്നു ശ്രീനിവാസന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് സമൂഹത്തെ നേരിൽ നോക്കിക്കണ്ട് വളർന്ന ശ്രീനിവാസൻ തിരഞ്ഞെടുത്തത് ചലച്ചിത്രമെന്ന മാധ്യമമായിരുന്നു. അങ്ങനെ അത് പഠിക്കാൻ വേണ്ടി അദ്ദേഹം മദ്രാസിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. അതുമുതൽ നമുക്കറിയാം, വളരെയധികം ബുദ്ധിമുട്ടുകൾ തരണം ചെയ്താണ് മലയാള സിനിമയിൽ ഒരു സ്ഥാനം ശ്രീനിവാസൻ ഉറപ്പിക്കുന്നത്. പക്ഷേ ആ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി യാതൊരു വിട്ടുവീഴ്ചകൾക്കും ശ്രീനിവാസൻ തയ്യാറായില്ല. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഇതുപോലുള്ള ആളുകളാണോ ആവുന്നത്, അല്ലെങ്കിൽ അത് കുറേ സുന്ദരന്മാരായ ആളുകളല്ലേ ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരേണ്ടത് എന്ന് ചോദിച്ച ആളോട്, നായകന്മാർ അല്ലെങ്കിലും നായകന്മാരുടെ വീട്ടിൽ മറ്റു ആളുകളുണ്ടാവുമല്ലോ, മറ്റു ജോലിക്കാരും ജീവനക്കാരും ഒക്കെ ഉണ്ടാവുമല്ലോ, ആ റോളിൽ അഭിനയിക്കാനും ആളുകൾ വേണ്ടേ എന്ന് ചിരിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കുന്ന ആ ശ്രീനിവാസൻ മലയാള സിനിമയിൽ ഒരു സ്വന്തമായ ഒരു ഇരിപ്പിടം ഉറപ്പിക്കുകയും വളരെ കാലം ആ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് മലയാളിയെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ശ്രീയുടെ ആദ്യത്തെ സിനിമകളെല്ലാം തന്നെ പ്രിയദർശൻ്റെ കൂട്ടുകെട്ടിലാണ് ആദ്യത്തെ കുറേ സിനിമകൾ വരുന്നത്. പിന്നീട് ശ്രീനിവാസനും സത്യനന്ദിക്കാടും ചേർന്നുള്ള ദീർഘമായ ഒരു കാലയളവിലെ കൂട്ടുകെട്ടുണ്ടായി. മലയാള സിനിമയിൽ ശ്രീനിവാസൻ എന്ന അഭിനേതാവിൻ്റെ വളർച്ച തുടക്കത്തിലെ ചെറിയ ചെറിയ റോളുകളിൽ നിന്ന് വലിയ കഥാപാത്രങ്ങളിലേക്കും അതുപോലെ തന്നെ അനേകം വിജയിച്ച നായക കഥാപാത്രങ്ങളിലേക്കുമാണ്. സ്വന്തം ഓരോ സിനിമയിലും ശ്രീനിവാസൻ്റെ ഈ വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അത് 200-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. തിരക്കഥ എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അദ്ദേഹം അത്രയധികം ഓർഡർ അമ്മാവ അളറിയാമെന്ന ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ തിരക്കഥ പ്രിയദർശന് വേണ്ടി ചെയ്യുന്നത് മുതൽ ഇങ്ങോട്ട് പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള ധാരാളം തിരക്കഥകൾ നമുക്കറിയാം. മലയാളത്തിലെ ഏറ്റവും മികച്ച തിരക്കഥകളാണ്. പിന്നീട് അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ നീണ്ട 50 വർഷത്തെ കരിയറിൽ 2 സിനിമകളാണ്. ആദ്യത്തേത് വടക്കു നോക്കി യന്ത്രം. ഈ വടക്കു നോക്കി യന്ത്രത്തിലെ കഥാപാത്രം പൊതുവേ മലയാളിയുടെ മനസ്സിലുള്ള ഒരു കഥാപാത്രമാണ്. കാരണം ഇപ്പോൾ അതിൽ അതിസുന്ദരിയായ ഒരു ഭാര്യയെ ലഭിക്കുന്ന ഈ ശ്രീനിവാസൻ എന്ന കഥാപാത്രം അവളോടുള്ള സ്നേഹത്തിൻ്റെ ആധിക്യം കാരണം ഈ രീതിയിൽ മാറിപ്പോകുന്ന ഒരു കഥ, അത് കേരള സമൂഹം വളരെയധികം നെഞ്ചിലേറ്റിയ സിനിമയാണ്. അതിനുശേഷമുള്ള ഒരു അദ്ദേഹം ചെയ്തിരിക്കുന്നത് ചിന്താവിഷ്ട ശ്യാമള എന്നുള്ളതാണ്. ആ ചിന്താവിഷ്ട ശ്യാമളയെയും അതുപോലെ അവരുടെ ഭർത്താവിനെയും നമ്മളെ ഇപ്പോൾ കേരളത്തിലെ ഒരു അനേകം വീടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം വീട്ടിലെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായി ബന്ധപ്പെടുന്ന ഭാര്യയും അതുപോലെ ഒരു കാര്യവും ചെയ്യാതെ വളരെ സന്തോഷമായിട്ട് ഒരു പണിയും ചെയ്യാതെ ജീവിച്ചു പോകുന്ന ഭർത്താക്കന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനം ഈ ഭക്തിയും അദ്ദേഹത്തിൻ്റെ
ചുമതലകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് ഈ ഭർത്താവ് സ്വീകരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കേരള സമൂഹത്തിൽ നമുക്ക് കാണാവുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കഥാപാത്രങ്ങളെയാണ് അദ്ദേഹത്തിൻ്റെ 2 സിനിമകളിൽ സംവിധാനം ചെയ്ത 2 സിനിമകളിലും കഥാപാത്രങ്ങളായി സ്വീകരിച്ചത്. അതുപോലെ തന്നെ മറ്റ് ധാരാളം സിനിമകൾ, ഇപ്പോൾ എല്ലാ സിനിമകളിലും അദ്ദേഹത്തിൻ്റെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ, സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ, അഭിനയിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇവയെല്ലാം തന്നെ നമ്മളെ ഇപ്പോൾ നാടോടിക്കാറ്റ് എന്ന് പറഞ്ഞ സിനിമ, ആ നാടോടിക്കാറ്റിലെ ദാസനും വിജയനും ഇന്നും മലയാളിയുടെ മനസ്സിൽ ജീവിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ അഴകിയ രാവണനിലെ സാഹിത്യകാരൻ, ഇങ്ങനെ എത്ര സിനിമകളിൽ ഈ ശ്രീനിവാസൻ ചെയ്തിട്ടുള്ള സിനിമകളിലും ശ്രീനിവാസൻ ചെയ്തിട്ടുള്ള തിരക്കഥകളിലും എല്ലാം തന്നെ ഇതിലെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാളിയുടെ ഒരു പരിച്ഛേദമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ഇപ്പോൾ ഈ സിനിമകളെല്ലാം തന്നെ ശുഭ പര്യവസായിയാണ് അവസാനിക്കുന്നത്. പക്ഷെ അത് ശ്രീനിവാസൻ ഈ കഥാപാത്രങ്ങളോട് ചെയ്യുന്ന അല്ലെങ്കിൽ കാഴ്ചക്കാരോട് ചെയ്യുന്ന ഒരു വലിയ നീതിയാണ്. നമുക്കറിയാം ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ പലരും ഈ രീതിയിൽ അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വലിയൊരു മറുപടി ഇല്ല. പക്ഷെ അതേസമയം തന്നെ ഒരിക്കലും ഒരു ദുരന്ത പര്യവസായിയായ കഥ ശ്രീനിവാസൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മളെല്ലാവരിലും തന്നെ, നമുക്ക് ആർക്കും തന്നെ ദുരന്ത പര്യവസായ ഒരു ജീവിതമോ ഒരു കഥയോ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രതീക്ഷകൾക്ക് എപ്പോഴും ശ്രീനിവാസൻ്റെ സിനിമകളിൽ ഈ പ്രതീക്ഷകൾക്ക് ഒരു ഇടം വെച്ചുകൊണ്ടാണ് ശ്രീനിവാസൻ്റെ സിനിമകൾ അവസാനിക്കുന്നത്. എപ്പോഴും ജീവിതത്തെ ശ്രീനിവാസൻ പോസിറ്റീവായിട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരമുണ്ടാവും, അതിൽ നിന്നൊരു പുതിയ ജീവിതം മുന്നോട്ട് വരും എന്നതാണ് ശ്രീനിവാസൻ എപ്പോഴും നൽകിക്കൊണ്ടിരുന്ന സന്ദേശം. അത് ശ്രീനിവാസൻ്റെ എല്ലാ സിനിമകളിലും അത് ബാധകവുമാണ്. ശ്രീനിവാസൻ്റെ തിരക്കഥകളെല്ലാം തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇതെല്ലാം സാധാരണ മലയാളിയുടെ ജീവിതത്തിന് നേരെ തിരിച്ചു വെച്ച കണ്ണാടികൾ തന്നെയായിരുന്നു. ഇപ്പോൾ TP ബാലഗോപാലൻ അമ്മയാണെന്നുണ്ടെങ്കിലും, സന്മനസ്സുള്ളവർക്ക് സമാധാനമാണെങ്കിലും, അതുപോലെ തന്നെ വെള്ളാനകളുടെ നാട്, അല്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന അറബിക്കഥ, ഇവയെല്ലാം തന്നെ മലയാളിയുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിൽ ജീവിത സന്ദർഭങ്ങളിൽ നിന്ന്, മലയാളിയുടെ സാധാരണ ജീവിത സന്ദർഭങ്ങളിൽ നിന്നാണ് അതിലെ നർമ്മം ഉടലെടുക്കുന്നത്. നർമ്മത്തിന് വേണ്ടി ഒരു കാര്യവും അതിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ വെള്ളാളകളുടെ നാട്ടിലെ ഒരു മുനിസിപ്പാലിറ്റി കോൺട്രാക്ടർ, ആ മനുഷ്യൻ ആരായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. അയാൾ കോളേജ് കാലത്തൊക്കെ വളരെ അധികം സമരമൊക്കെ ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവൊക്കെ ആയിരുന്നു. പിന്നീട് ഈ ജീവിതത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ടിട്ട് അവസാനം ഇത്തരത്തിൽ ഒരു കോൺട്രാക്ടറിൻ്റെ വിഡ്ഢിവേഷം കിട്ടുന്ന രീതിയിലേക്ക് ആ മനുഷ്യൻ മാറുന്നതാണ്. അപ്പോൾ അതിൽ നർമ്മം സൃഷ്ടിക്കപ്പെടുകയല്ല, നർമ്മം അതിലുണ്ട്. നമുക്ക് ക്യൂബ മുകുന്ദൻ്റെ കാര്യം എടുക്കാം. നമ്മൾ എത്രയോ ക്യൂബ മുകുന്ദന്മാരെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു ആദർശത്തിന് വേണ്ടി അന്ധമായി നിലകൊണ്ടുകൊണ്ടും അതിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ടും നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അവർ യഥാർത്ഥ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് വളരെ കഴിഞ്ഞാണ് അവർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ സന്ദേശം എന്ന് പറഞ്ഞ ഒരു സിനിമ, ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടും, 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ സിനിമ മലയാളിയുടെ മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുകയാണ്. കൂടാതെ നമ്മൾ ദിവസവും അതിലെ 1-2 രംഗങ്ങളെങ്കിലും നമ്മൾ വാട്സപ്പ് ഫോർവേഡുകളിലോ അല്ലെങ്കിൽ TV സ്ക്രീനിലോ നമ്മൾ കാണുന്നുണ്ട്. അതെല്ലാം വീണ്ടും വീണ്ടും കണ്ട് നമ്മൾ സ്വയം ചിരിക്കുകയാണ്. നമ്മൾ ഈ ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചിരിക്കുന്നത് ഈ കണ്ണാടി നോക്കി, ശ്രീനിവാസൻ പിടിച്ചിരിക്കുന്ന ഈ കണ്ണാടി നോക്കി നമ്മൾ സ്വയമാണ് ചിരിക്കുന്നത്.
കാരണം ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ, ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ആകാശത്തു നിന്ന് ഇറങ്ങി വന്നവരോ അല്ലെങ്കിൽ അമാനുഷരോ ഒന്നുമല്ല. അവരെല്ലാവരും തന്നെ ഈ ഭൂമിയിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന മനുഷ്യരാണ്. അവർ ജീവിച്ച ലോകം നമ്മുടേതാണ്. നമ്മളെ തന്നെയുള്ള ഒരു കണ്ണാടിയായിട്ടാണ് നമ്മൾ ശ്രീനിവാസൻ്റെ കഥാപാത്രങ്ങളെ കാണുന്നത്. ഇത്രയധികം ഒബ്സർവേഷൻ ഉള്ള ഒരാളെ നമുക്ക് ഈ മലയാള സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. മലയാളി സമൂഹത്തിനെ കൃത്യമായി ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ സന്ദേശത്തിലെ കഥാപാത്രങ്ങൾ നമുക്കിപ്പോൾ ഈ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെടുന്ന ആളുകളാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ വരുന്ന വലിയ നേതാവ് ഭഗവാൻ സായി മുതൽ ശങ്കരാടി അവതരിപ്പിക്കുന്ന മറ്റേ ലോക്കൽ സെക്രട്ടറി വരെയുള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദിവസവും അഭിമുഖീകരിക്കുന്ന ആളുകളാണ് അതിലെ കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ കഥാപാത്രങ്ങളെ നമ്മളെ കാണിച്ചു തന്നുകൊണ്ട് ശ്രീനിവാസൻ നമ്മളിലുണ്ടാക്കുന്ന ആ ചിരി അത് നിലനിൽക്കുന്നത് അതിൻ്റെ കരുത്തുകൊണ്ടാണ്. ഒരു വ്യക്തി എന്ന നിലയിലും ശ്രീനി ഒരു തുറന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ബോധ്യമുള്ള കാര്യങ്ങൾ ആരുടെയും മുഖത്ത് നോക്കി കൃത്യമായി പറയാനും അതിൽ ആർക്കും വിരോധം തോന്നുന്ന രീതിയിലല്ല, വളരെ പ്ലസൻ്റായിട്ട് തന്നെ പറയാൻ. അതാണ് ഒരിക്കലും ശ്രീനിവാസൻ്റെ പരാമർശങ്ങൾ ആരിലും വിദ്വേഷം ഉളവാക്കുന്നില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട്, വളരെ ചിരിച്ചുകൊണ്ട് ഒരു സത്യങ്ങൾ വിളിച്ചു പറയുന്ന മനുഷ്യനാണ്. ആ രീതിയിൽ ശ്രീനിവാസൻ്റെ നഷ്ടം നമുക്ക് മലയാളി സിനിമക്ക് മാത്രമല്ല, നമ്മുടെ മലയാളിയുടെ ബോധമണ്ഡലത്തിന് തന്നെ ഒരു വലിയ നഷ്ടമാണ് അത് നഷ്ടമാണെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു വലിയ നഷ്ടമായതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹം കുറേ കാലമായിട്ട് പലതരം അസുഖങ്ങളുമായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ഈ അടുത്ത കാലത്ത് അദ്ദേഹം സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. അദ്ദേഹത്തിൻ്റെ പഴയ കാലത്ത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ സിനിമകളിലെ അതുപോലെ പട്ടണപ്രവേശം അല്ലെങ്കിൽ സന്മനസ്സുള്ള സമാധാനം ഒക്കെ തുടങ്ങിയ വരവേൽപ്പ് തുടങ്ങിയ സിനിമകൾ പോലെ തന്നെ അദ്ദേഹം വീണ്ടും സത്യനന്ദിക്കാടും അതുപോലെ തന്നെ മോഹൻലാലും ഒക്കെ ചേർന്നിട്ടൊരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. തീർച്ചയായും ആ സിനിമയും നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. പക്ഷേ കാലം അതിന് അനുവദിച്ചില്ല. ശ്രീനിവാസൻ സത്യനന്ദിക്കാട് കൂട്ടുകെട്ട് നമുക്ക് വന്നിട്ടുള്ള സിനിമകൾ ഇപ്പോൾ അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ മുന്നിൽ മനസ്സിൽ നിലനിൽക്കുകയാണ്. അതിന് കാരണം ആ സിനിമകളിലുള്ള സാമൂഹ്യ സ്പർശമാണ്. നമ്മൾ ഓരോരുത്തരും, നമ്മൾ ഓരോ മലയാളികളും നമുക്ക് നമ്മളെ തന്നെ ആ സിനിമകളിൽ കാണാൻ സാധിക്കും. അതിൽ ഇപ്പോൾ ശ്രീനി പണ്ട് പറഞ്ഞതുപോലെ തന്നെ അതിലെ നായകനായോ അതിലെ കാരണവരായോ അല്ലെങ്കിൽ അതിലെ വേലക്കാരനായോ അല്ലെങ്കിൽ അതിലെ ഡ്രൈവറായോ ഒക്കെ നമുക്ക് സ്വയം കാണുവാൻ സാധിക്കും. ശ്രീനിവാസൻ്റെ നഷ്ടം മലയാള സിനിമക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനാണ്. ചിരിച്ചുകൊണ്ട് സത്യം പറയുന്ന ഒരു മലയാളിയാണ് നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുണ്ടായ വിയോഗത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പവും കേരളത്തിലെ പൊതുസമൂഹത്തോടൊപ്പവും ഞങ്ങളും ദുഃഖിക്കുന്നു.